ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഡേറ്റ് സെപ്റ്റംബർ 23. മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നടത്തി ഒരു ഇനീഷ്യലി ഒരു സെല്ലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഞാൻ യാതൊരു രീതിയിലൊരു ട്രേഡ് എടുക്കുന്നില്ല. എസ്പെഷ്യലി സെല്ലിംഗ് സൈഡ് ഞാൻ നോക്കുന്നേ ഇല്ല. ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന്, ഈ ഒരു സിംഗിളോ ജസ്റ്റ് ഞാൻ ഒരു 15 മിനിറ്റ് ചാർട്ട് എടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഒരു പുൾ ബാക്ക് എന്ന രീതിയിലാണ് ഞാനിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ആ ഒരു 15 മിനിറ്റ് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിംഗിളോ ജസ്റ്റ് ബ്രേക്ക് ഡൗൺ നടത്തിയിട്ടുണ്ട്. മേ ബി അതിൻ്റെ മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഇതുപോലുള്ളൊരു സെനാരിയോ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ബൈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നോക്കുന്നത്. സെല്ലിങ് എന്തായാലും ഞാൻ നോക്കുന്നില്ല. അതാണ് ആ ഒരു മെയിൻ കാരണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അപ്പ് ട്രെൻഡാണ്. അപ്പം ബ്രേക്ക് ഡൗണിലൊക്കെ എൻട്രി എടുക്കുന്ന സമയത്ത് ഇത് വളരെ സൂക്ഷിക്കണം. ഇതുപോലുള്ള ക്യാൻഡിലൊക്കെ നമ്മളെ ടെംപ്റ്റേഷൻ തരുന്ന ക്യാൻഡിലാണ്. നമ്മളറിയാതെ കൊണ്ടുപോയിട്ട് സെൽ എൻട്രിയൊക്കെ എടുക്കും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് ഒന്ന് സസ്റ്റെയിൻ ചെയ്യട്ടെ, അതായത് ആ ലെവലിൻ്റെ മുകളിലോട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ നോക്കുക. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ ട്രേഡ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കോൾ ഓപ്ഷനിൽ ഒരിക്കൽ ആ മൂവ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പൊസിഷൻ എടുത്തു. ഒരു കൺഫർമേഷനായിട്ട് എടുത്തത് ആ ഒരു ആ ഒരു ഹൈ പോയിന്റ് ജസ്റ്റ് ബ്രേക്ക് ഔട്ട് തന്ന സമയത്താണ്. റൈറ്റ്, ഇവിടുന്ന് ഒരു W പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ആ ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്താണ് ഞാനൊരു എൻട്രി എടുത്തത്. ഇമ്മീഡിയറ്റ്ലി ഞാനൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. കുറച്ച് അഗ്രസീവ് ടൈപ്പ് ഓഫ് എൻട്രി. ഓക്കെ, പ്രീമിയത്തിൽ നിന്നൊരു സ്പൈക്ക് കാണുന്നുണ്ട്. നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രി എടുക്കാനുള്ള റീസൺ വളരെ സിമ്പിളാണ്. പിന്നെ രാവിലെ ഒരു സെല്ലിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് സെല്ലിംഗ് എൻട്രി എടുത്തില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇനീഷ്യൽ ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരുന്നു, അതൊരു ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരുന്നു. പക്ഷേ ഞാൻ കൂടുതൽ ഒരു ബൈയിങ് സൈഡിലോട്ട് എടുക്കാനുള്ള ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ആ ഒരു 15 മിനിറ്റ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ വരുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു സ്ട്രക്ചറാണ് മാർക്കറ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സൈഡിലോട്ട് കോൺഫിഡൻറ്റ് വന്നത്. ഓക്കെ, സോ ഓൾറെഡി ഒരു ചാനലിൻ്റെ പേരലുള്ളിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ മുകളിലോട്ട് പോകാനുള്ള സാധ്യത പ്രോബബിലിറ്റി അതാണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം 40 മിനിറ്റായി. ഏകദേശം ഈ ഒരു പോയിന്റിലാണ് എൻട്രി എടുത്തത്. പിന്നീട് മാർക്കറ്റ് അങ്ങനെ വലിയൊരു മൊമെൻറ്റം അപ്പ് സൈഡിലോട്ട് തന്നിട്ടില്ല. ഒരു സൈഡ് വേസ് സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 40 പോയിന്റ് അടുത്ത് ലോസ് റണ്ണിങ്ങിലാണ്. ലോസ് ബുക്ക് ചെയ്യുക, ഗോ ഹോം, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാന്. സോ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു 40 പോയിന്റിൻ്റെ അടുത്ത്, റൈറ്റ്? എന്തായാലും ഇനി വേറെ ട്രേഡ് ഇല്ല. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ, താങ്ക് യു.